ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു ദൈവത്തെ ആരാധിക്കാനായി ഒരു ഭൗതിക ആലയം പണിയാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പല പ്രാവശ്യം ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നു, പഠിപ്പിച്ചിരുന്നു. ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസത്തിനകം ഞാനിത് പണിയും. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഇതിനെക്കുറിച്ച് ഓർത്തു. അതായത് പരിശുദ്ധാത്മാവ് അവർക്കത് വെളിപ്പെടുത്തി. യോഹന്നാൻ 2:21 മുതൽ 21-22 വാക്യങ്ങൾ കേൾക്കൂ. എന്നാൽ അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. യേശു പണിത ആ മന്ദിരം കല്ലുകൊണ്ടും മരം കൊണ്ടുമൊന്നുമല്ല. സഹോദരങ്ങളെ, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരായ പത്രോസിനെയും അപ്പസ്തോലന്മാരെയും അടിസ്ഥാനമാക്കിയാണ് യേശു അതിൻ്റെ ഘടന നിർമ്മിച്ചത്. മത്തായി 16:18 കേൾക്കൂ. നീ പത്രോസ് ആകുന്നു, ഈ പാറയമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ശരിയാണ്. പന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസിൻ്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട 3000 പേരാലാണ് ഇന്നത്തെ സഭയുടെ തുടക്കം. നാമാണ്, അതായത് മനുഷ്യരാലാണ് ദൈവത്തിൻ്റെ ആലയം പണിയപ്പെട്ടിട്ടുള്ളത്. 1 കൊരിന്ത്യർ 3:16 ശ്രദ്ധിക്കൂ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? യേശു മൂലക്കല്ലായുള്ള നമ്മളാകുന്ന ജീവനുള്ള കല്ലുകളാൽ ആലയം പണിതുകൊണ്ടേയിരിക്കുന്നു. 1 പത്രോസ് 2:4-5, എഫേസ്യർ 2:19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. അതിൽ എഫേസ്യർ 2:20-22 ഇങ്ങനെ പറയുന്നു: ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിനു വേണ്ടി വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഇത്രയും വചനങ്ങളാൽ യേശു ദേവാലയം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അല്ലാതെ യേശു ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഭൗതികമായി കോടികൾ സമാഹരിച്ച് വലിയ കെട്ടിടം പണിയണമെന്നോ അതിൽ എന്നെ ആരാധിക്കണമെന്നോ പറഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കണം സഹോദരങ്ങളെ. സത്യത്തിന് നേരെ കണ്ണടയ്ക്കല്ലേ. നമുക്ക് ദൈവസാന്നിധ്യം ലഭിക്കാൻ യേശുവിൻ്റെ വചനപ്രകാരം എൻ്റെ നാമത്തിൽ 2-3 പേർ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന വാക്യത്തിൽ വിശ്വസിച്ച് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ കൂടിയാൽ മതി. ആദിമ ക്രിസ്ത്യാനികൾ ചെയ്തതോർക്കൂ. എന്തിനപ്പുറം കൊറോണ കാലത്ത് ദൈവസാന്നിധ്യത്തിനായി നാം എന്താ ചെയ്തത്? അതൊരു പാഠമാക്കണം. നാം അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കല്യാണത്തിനും ശവസംസ്കാരങ്ങൾക്കുമാണ് നാം വളരെ വലിയ പള്ളിക്കെട്ടിടങ്ങളെയൊക്കെ ആശ്രയിക്കുന്നുവെങ്കിൽ അന്ന് അവയൊക്കെ എങ്ങനെ നടന്നുവെന്ന് നാം ഓർക്കുക തന്നെ വേണം. ഇന്നുള്ള ഉണർവിനുള്ള ഒരു കാരണം ആ കൊറോണ കാലമാണ്. വലിയ കെട്ടിടങ്ങളും വിഗ്രഹങ്ങളും യേശുവിൻ്റെ വചനങ്ങൾക്ക് യോജിച്ചതല്ല. അവിടെ യേശു ഇല്ല. അവിടെ നടക്കുന്ന ചില ചടങ്ങുകൾ മാത്രം. അതൊന്നും വചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ നിർമ്മിച്ച പല പള്ളിക്കെട്ടിടങ്ങളും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് മറ്റ് പല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു സംശയം ഇപ്പോൾ വന്നേക്കാം. സോളമൻ ദൈവത്തിനു വേണ്ടി ആലയം പണിതില്ലേ? അത് ദൈവത്തിൻ്റെ സമ്മതപ്രകാരമല്ലേ എന്നൊക്കെ. ശരിയാണ്. ക്രിസ്തുവിന് മുൻപാണത്. ന്യായപ്രമാണപ്രകാരം ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കളുടെ മധ്യേ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത സമാഗമന കൂടാരത്തോട് സദൃശ്യമായ വലിയ ഒരാലയം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെയുള്ള 3 ഭാഗങ്ങൾ അടങ്ങിയത്. ബലിയർപ്പിക്കാൻ ഒരു യാഗപീഠം, അവിടെ പാപപരിഹാരത്തിനായി മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നു. പ്രാകാരത്തിൽ സാധാരണ ജനങ്ങളും പുരോഹിതർ, വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിക്കുന്നു. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കാൻ ഒരു തിരശീല,
ജെറുസലേം ദേവാലയം ദൈവത്തിനായി പണിതപ്പെട്ടതാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ വന്ന് മരിച്ചപ്പോൾ ദേവാലയത്തിലെ ആ തിരശീല രണ്ടായി കീറി. അതായത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം യേശുക്രിസ്തു സാധ്യമാക്കി. നിഷ്കളങ്കമായ ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ രക്തം പാപപരിഹാര ബലിയായി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. സമരിയക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞതുപോലെ ദേവാലയത്തിലോ ആ മലയിലോ ഈ മലയിലോ ഒന്നും ആരാധിക്കേണ്ട. സത്യനമസ്കാരികൾ ലോകത്തിൽ എവിടെയും ഇരുന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇസ്രായേൽക്കാർ ആരാധിച്ചിരുന്ന ആ ആലയം യേശു പറഞ്ഞതുപോലെ തന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചുപോയി. യേശുവിന് ശേഷം ഇസ്രായേൽക്കാർക്ക് ആലയമില്ല, സ്മാരകമായ ഒരു മതിൽ മാത്രം. അതിന് പേർ വിലാപമതിൽ. അതിനടുത്ത് നിന്ന് അതിനെ നോക്കി അവർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇന്നും കാണാം. പക്ഷെ ആലയത്തിനായി അവർ രഹസ്യമായി ഒരുങ്ങുന്നുണ്ട്. അവർ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇന്ന് യേശു പറഞ്ഞതുപോലെയുള്ള ഒരു മന്ദിരം, ഒരാലയത്തിലും ഒതുങ്ങാത്ത വിധത്തിലുള്ള സഭ അല്ലെങ്കിൽ പള്ളി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തായി ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ നീ മാത്രമല്ല ബാലിന് മുട്ടുമടക്കാത്ത 7000 പേർ എനിക്കായിട്ടുണ്ട് എന്നതുപോലെ അവിടെയും ഇവിടെയും വീടുകളിലും ഹാളുകളിലുമെല്ലാം രഹസ്യമായും പരസ്യമായും യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ കൂട്ടായ്മ ആചരിക്കുന്നവർ ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നുണ്ട്. അവരെ ചേർക്കാൻ യേശു വരും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതിനാൽ ആലയം പണിയാൻ ഒരുങ്ങുന്ന ഇസ്രായേല്യർക്കും മുൻപിലാലുള്ള വാഗ്ദത്തത്തിനനുസരിച്ച് മറ്റൊരു പദ്ധതിയും ദൈവത്തിനുണ്ട്. വെളിപ്പാട് വായിക്കുക. വചനപ്രകാരം ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുമ്പോൾ യേശു വരും. അതുവരെ യേശുവിനായി കാത്തിരിക്കുക. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.